കേണൽ എസ് ഡിന്നി രാഹുൽ ഗാന്ധി ഇന്ന് ചോദ്യം ആവർത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്നും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന്. അദ്ദേഹം അതിനു മുൻപ് തന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ഇന്ത്യ മുൻകൂട്ടി അറിയിച്ചു, അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ്. രാഹുൽ പറയുന്നതിന്റെ ആ അർത്ഥം എന്താണ്? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എന്ത് കാര്യമാണ് ഇന്ത്യ മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് അദ്ദേഹം ആ ബ്രീഫിംഗിൽ നമ്മുടെ 3 DGMOs ഒരുമിച്ച് വന്ന് ബ്രീഫിംഗ് ചെയ്തിരുന്നു. ആ ബ്രീഫിംഗിൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ DGMO പാകിസ്ഥാൻ കൗണ്ടർ പാർട്ടിനെ വിളിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ ഒരു ഓപ്പറേഷൻ ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ്, അത് സൈനികമായിട്ടുള്ള ഓപ്പറേഷൻ അല്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ ആ മറുപടിയും അന്ന് നമ്മുടെ DGMO പറഞ്ഞു. ആ മറുപടി അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിന് ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് അതിന് പാകിസ്ഥാൻ DGMO പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്താ ഡൗട്ട്? അത് എനിക്കറിയുന്നില്ലേ, അത് തന്നെയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്? പക്ഷേ എസ് ജയശങ്കർ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചോദിക്കുന്നത്. അതെ, അപ്പൊ എസ് ജയശങ്കർ പറഞ്ഞ കാര്യം തന്നെ ഇതാണ്. നോക്കൂ, അദ്ദേഹം പറയുന്നത് ഞാൻ കോട്ട് ചെയ്യാണ്: വി അച്ചീവ് ദ ഗോൾസ് വിച്ച് വി സെറ്റ് ഔട്ട് ബൈ ഡിസ്ട്രോയിങ് ദ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് ഫസ്റ്റ് ലൈൻ. Even at the start of the operation, we had sent a message to Pakistan saying we are striking a terrorist infrastructure, not the military, and the military has an option to stand out and not interfere. ഇത് തന്നെയല്ലേ DGMO പറഞ്ഞത്. നമ്മൾ ആ ഓപ്പറേഷൻ, ഇവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരൊറ്റ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് നിർത്തിയതാണ്. അതല്ല, ഇന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് ആണ്. ആ ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല, ആ ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. കാരണം ഈ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പം അവിടുന്ന് ഇങ്ങോട്ടൊരു റിറ്റാലിയേഷൻ വരുത്തില്ല എന്നുള്ള യാതൊരു വ്യാമോഹവും ആർക്കും നമുക്കില്ല. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ DGMO അവിടുത്തെ DGMOയിൽ ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കുന്നത്. അവിടെ ഒരു ഹോട്ട് ലൈൻ, ഒരു സംവിധാനമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് അറിയാതെ ഒരു മിസൈൽ, അതായത് ഒരു ആരുടെയൊക്കെ തെറ്റുവച്ചിട്ട് ഒരു മിസൈൽ ഇവിടുന്ന് ഫയർ ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മളെ DGMO വിളിച്ച് പാകിസ്ഥാൻ DGMO എടുത്ത് പറഞ്ഞിരുന്നു, ഈ മിസൈൽ ഞങ്ങൾ ഇവിടുന്ന് പോയത് അത് ട്രെയിനിങ് സമയത്ത് ഒരു മിസ്റ്റേക്ക് ആണ്, അത് മനഃപൂർവ്വം അല്ല എന്ന്. അതവർ മനസ്സിലാക്കി, അവർ വേണ്ടുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് മുൻപും പല പ്രാവശ്യവും ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂ വരുമ്പം DGMO ടു DGMO ലെവലിൽ മീറ്റിംഗ് നടക്കാറുണ്ട്, ഫോൺ ഹോട്ട്ലൈൻ കോൾ നടക്കാറുണ്ട്. ആ ഹോട്ട്ലൈൻ കോളിന്റെ പർപ്പസ് തന്നെ രണ്ട് രാജ്യങ്ങളിലും അവരറിയാതെ ഒരു എസ്കലേഷനിലേക്കോ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇതിലേക്കോ പോകരുതെന്ന് വെച്ചിട്ടാണ് എത്രയൊക്കെ ക്രൈസിസ് വന്നാലും എത്രയൊക്കെ കോൺഫ്ലിക്ട് വന്നാലും DGMO ലെവലിലെ ഹോട്ട്ലൈൻ കോളുകൾ നടക്കണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ശേഷം, ഫസ്റ്റ് ഫേസ് ഓപ്പറേഷൻ ചെയ്ത ശേഷം നമ്മൾ വിളിച്ച് പറഞ്ഞു, നോക്കൂ, നമ്മൾ ചെയ്തത് ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രൈക്ക് ചെയ്തതാണ്, ഞങ്ങൾ ഒരു മിലിറ്ററി ക്യാമ്പിനെയും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് നിർത്താം, ഞങ്ങൾ ഇതിനെ കൂടുതൽ എസ്കലേഷൻ ചെയ്യാൻ പോലും താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് DGMO പറഞ്ഞിരുന്നു. അതേ കാര്യം തന്നെയാണ് ശ്രീ ജയശങ്കർ പറഞ്ഞത്. പക്ഷെ അതിനെ ഒരു വളച്ചൊടിച്ചിട്ട രീതിയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ എത്ര എയർക്രാഫ്റ്റ് പോയി അല്ലെങ്കിൽ എത്ര എയർക്രാഫ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരൊറ്റ മറു ചോദ്യമാണ്. നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു അസറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ആരായിരിക്കും? ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ ആയിരിക്കും. നമ്മളെ എത്ര അസറ്റ്സ് പോയി എന്ന് അറിയാനുള്ള താല്പര്യം അവർക്കാണ്. കാരണം അവർക്ക് ആ രീതിയിലുള്ള ഓപ്പറേഷൻ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ ഭാരതി ഇതേ ചോദ്യം, എന്റെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ സ്നേഷ് അലക്സ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിന്റിന്റെ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ചോദിച്ചത്. നമ്മൾ ഏതെങ്കിലും അസറ്റ് പോയിട്ടുണ്ടോ, റഫാൽ യുദ്ധം പോയിട്ടുണ്ടോ, നമുക്ക് എത്ര നഷ്ടം വന്നു എന്ന്. അപ്പം എയർ മാർഷൽ ഭാരതി വളരെ ഒരു കാര്യം പറഞ്ഞു, കോമ്പാറ്റ് ഓപ്പറേഷൻസിൽ ലോസസ് പാർട്ട് ആൻഡ് പാർസൽ ആണ്. അതായത് നമ്മളെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് അടിക്കുമ്പോൾ അവർ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല, അവരെല്ലാം മര്യാദയ്ക്കിരുന്ന് അവിടെ അടി കൊണ്ടിട്ട് മാത്രം നമ്മളെ അസറ്റ്സും ആളുകളെല്ലാം സേഫ് ആയിരിക്കും. അങ്ങനല്ല യുദ്ധം.
അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള രീതി, ഒരു ഓപ്പറേഷൻ പോകുമ്പോൾ ലോസസ് വരും. ആ ലോസ് എത്രയാണെന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശത്രുഭാഷത്ത് നിൽക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ആവും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന് എയർ മാർഷൽ AK ഭാരതി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇനിയിപ്പം അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള എത്ര എണ്ണം നഷ്ടപ്പെട്ടെന്ന് പോലും നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല. നമ്മൾ എത്ര അവിടെ എത്ര അസറ്റ്സ് പോയി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം അതും ഇപ്പം ആ ഒരു ഇൻപുട്സ് ഒക്കെ വരാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. നമുക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഏതൊക്കെ അസറ്റ്സ് എന്തൊക്കെ രീതിയിലുള്ള നാശനഷ്ടം വന്നെന്നുള്ളതിന് അത് കുറച്ചുകൂടി സമയം വരും. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുമ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുമ്പം എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ നമ്മളെ ജനാധിപത്യ രാജ്യത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാം തവണയാണ് അദ്ദേഹം ഇതേ വിഷയം തന്നെ ട്വീറ്റ് ചെയ്യുന്നത്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരു തുടർ പ്രക്രിയയാണ്. അത്